കൈക്കുളങ്ങര രാമവാര്യർ, അദ്ദേഹത്തെക്കുറിച്ച് ആയുർവേദ മേഖലയിലുള്ള ആളുകളെക്കാൾ കൂടുതൽ അറിയുന്ന ആളുകൾ ചരിത്ര പണ്ഡിതന്മാർ, ഗണിതശാസ്ത്രജ്ഞന്മാർ, തത്വചിന്തകർ എന്നിവരൊക്കെയാണ്. ഭാഗ്യത്തിന് ആരോഗ്യരക്ഷാ കൽപ്പദ്രുമം എഴുതി എന്നുള്ളതിൻ്റെ പേരിൽ ആയുർവേദ ഡോക്ടർമാർക്കും ഒരു പരിധിവരെ അദ്ദേഹത്തെ അറിയാം. പക്ഷെ പുതിയ തലമുറയിലുള്ള ആയുർവേദ വിദ്യാർത്ഥികൾക്കോ മറ്റോ അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. എന്തിനാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൽ ഒരു പ്രത്യേക പ്രതിഭാസമുണ്ട്. അതിനെ സാവൻറ്റിസം എന്നാണ് വിളിക്കുന്നത്. ഓട്ടിസത്തിലൊക്കെ അത് ഒരുപാടുണ്ട്. നോളജ് വിത്തൗട്ട് ലേണിംഗ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ, നമുക്കൊരു കാര്യം അറിയണമെങ്കിൽ പഠിക്കണമെന്ന് നിർബന്ധമില്ല. പഠിച്ചാൽ തന്നെ അതിഭീകരമായ അറിവ് ലഭിക്കുന്ന തരത്തിലേക്കുള്ള ചില ബ്രെയിനിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പണ്ഡിതനായിരുന്നു കൈക്കുളങ്ങര രാമവാര്യർ എന്ന് വേണം കരുതാനായിട്ട്. കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും കഥകളും ചരിത്രവും ഒക്കെ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അസാമാന്യമായ ബുദ്ധിശക്തി, അങ്ങനെ ഒട്ടനവധി അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയേണ്ടത് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു മുതൽക്കൂട്ടാകും. വീണ്ടും ചില പുസ്തകങ്ങൾ പഠിക്കാൻ, അദ്ദേഹത്തിൻ്റെ യോഗങ്ങൾ, അദ്ദേഹം പറഞ്ഞു തന്ന യോഗങ്ങൾ അനാലിസിസിന് വിധേയമാക്കുമ്പോൾ ചികിത്സയിൽ ഒക്കെ ഒരുപാട് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ഈ വരുന്ന വെള്ളിയാഴ്ച 24-ാം തീയതി കോട്ടക്കൽ ആയുർവേദ കോളേജിൽ വെച്ച് 3 മുതൽ 4 വരെയുള്ള സമയത്ത് കോട്ടക്കൽ ആയുർവേദ കോളേജിലെ തന്നെ ജിഗീഷ് സാറും സുബിൻ സാറും അദ്ദേഹത്തെക്കുറിച്ച് വിശദമായ ഒരു സ്കെച്ച് തരുന്നുണ്ട്. ഒപ്പം ആയുർവേദത്തിലെയും മറ്റ് വിഭാഗങ്ങളിലെയും കുറച്ച് ആളുകൾ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഭാവിയിൽ നമുക്കൊന്ന് കൈക്കുളങ്ങര പ്രദേശം വരെ ഒന്ന് പോകാം. പിന്നീട് ആയുർവേദത്തിന് പുറത്തുള്ള ചരിത്രകാരന്മാർ, ഗണിതശാസ്ത്രജ്ഞന്മാർ, ഫിലോസഫേഴ്സ് തുടങ്ങിയിട്ടുള്ള വിവിധ ആളുകളെ നമുക്കൊന്ന് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവന്ന് അവർക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പരിപ്രേക്ഷ്യം എന്താണെന്നുള്ളതൊന്ന് നമുക്ക് പരിചയപ്പെടാം. ഈ പരിപാടികളെല്ലാം ചേർത്ത് കോട്ടക്കൽ ആയുർവേദ കോളേജ് കൈക്കുളങ്ങരയ്ക്കൊപ്പം എന്ന ഒരു പ്രോഗ്രാം നടത്തുകയാണ്. വരിക, പങ്കുചേരുക, നമുക്ക് അദ്ദേഹത്തെ വിശദമായി ഒന്നറിയാവുന്നതാണ്.